ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ജാമ്പിയുടെ 3ാം പിറന്നാളാണ്. അച്ഛനേട്ടനെ കാത്തുനിന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലാവരും കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് 1-2 പറഞ്ഞിരിക്കലെന്ന്. അപ്പോൾ തള്ള നമ്മൾ വരാനൊന്നും കാത്തിക്കാൻ സമയമില്ലാത്ത പോലെ മാക്ക് അടിക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. ജാമ്പിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയതിൻ്റെ സൊള്ള് ഒന്നും പറയണ്ട. അങ്ങനെ എൻ്റെ കയ്യിലുള്ള കവറൊക്കെ പിടിച്ച് വാങ്ങി. ഞാൻ ഇന്ന് സ്റ്റുഡിയോ പോയപ്പോൾ ജാമ്പിക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. അവളുടെ കണ്ണ് ഡ്രസ്സിലൊന്നും ആയിരുന്നില്ല, വേറൊരു സാധനം അതിലുണ്ടായിരുന്നു. അവൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ പൊളിച്ച്. നിങ്ങളാരെങ്കിലും ജാമ്പീൻ്റെ കൈ ശ്രദ്ധിച്ചോ ഗൈസ്? ചെറിയ മക്കൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഡ്രസ്സോ വലിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. ജാമ്പി ഇപ്പോൾ അംഗൻവാടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 കളർ പെൻസിലും കളർ ചെയ്യാനുള്ള ബുക്കും അതൊക്കെയാണ് ഞാൻ കൊണ്ടുകൊടുത്തത് മാത്രമേ അറിയുള്ളൂ. അപ്പം തന്നെ അവൾ എല്ലാത്തിലും അറിഞ്ഞും കുറഞ്ഞും കളർ അടിക്കുന്നുണ്ടായിരുന്നു. അവരെ ഫേസിൽ സന്തോഷം കാണുന്നില്ലേ നമുക്ക്, നമ്മൾ കൊടുത്ത സാധനം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ. അങ്ങനെ പീസ് ഒരു സൈഡിൽ നിന്ന് കേക്കൊക്കെ എടുത്തിട്ട് വന്ന്, ഡയറ്റ് ആണെങ്കിലും നമ്മൾ ഒരു പീസൊക്കെ അങ്ങ് എടുത്ത്. നല്ല നൈസ് കേക്കായിരുന്നു. ഷുഗർ കട്ടൊക്കെ ആണെങ്കിലും ജാമ്പീൻ്റെ കേക്കല്ലേ, ഒരു പീസ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ കേക്കിന് ശേഷം നമ്മൾ ഫുഡ് അടിയിലോട്ട് നീങ്ങി. ബ്രെഡും ചിക്കനുമായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് എളിമയൊക്കെ കാണിച്ച് 2 ബ്രെഡൊക്കെ വാരിയിട്ട് അടി അങ്ങ് തുടങ്ങി. പിന്നെ പായസം വന്നു, എൻ്റെ ലിപ്സ്റ്റിക്ക് അതിൽ. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആരും എണീച്ചില്ല. 1-2 പറഞ്ഞ് ഇവിടെ ഇപ്പോൾ അതിഗംഭീരമായ ചർച്ചയിലാണ്. ഇനി ഇങ്ങോട്ട് പോകും, എങ്ങോട്ടെങ്കിലും പോകണം. അങ്ങനെ ചർച്ച മൈസൂർ, കൊടൈക്കനാൽ, വയനാട് അങ്ങനെയൊക്കെ കഴിഞ്ഞ അവസാനം മട്ടന്നൂരിലെത്തി ഗൈസ്. അങ്ങനെ മട്ടന്നൂർ പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. കേക്ക് കട്ടിയുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം. എന്തിനാണ് മട്ടന്നൂർ പോയെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.